സ്ഥലത്ത് വീണ്ടും ചെറിയ തോതിൽ പ്രതിഷേധമുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. സ്റ്റെഫിൻ വിവരങ്ങളുമായി ചേരുന്നു. സ്റ്റെഫിൻ, സ്ഥലത്ത് വീണ്ടും സംഘർഷമുണ്ടാവുകയാണോ? മൂസി, ഇപ്പോൾ ഈ ഗോപൻ സ്വാമിയുടെ ബന്ധുക്കൾ അതോടൊപ്പം തന്നെ മക്കളെല്ലാം തന്നെ ഈ മുകളിലേക്ക് ചർച്ചയ്ക്ക് ആണ് എന്ന് തോന്നുന്നു. അവരെല്ലാം മുകളിലേക്ക് വന്നപ്പോഴാണ് വീണ്ടും നേരത്തെ അവിടെ ഉണ്ടായിരുന്ന പ്രതിഷേധവുമായി തുടർന്നിരുന്ന ആളുകൾ നേരിയ തോതിൽ മുദ്രാവാക്യം വിളികളുമൊക്കെയായി തന്നെ പ്രതിഷേധിച്ചത്. അത്തരം ഒരു സമീപനം അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അവിടെ വെച്ചാണോ ചർച്ച നടത്താൻ ഇപ്പോഴത്തെ തീരുമാനം? അതിന്റെ ഭാഗമായി അവർ അങ്ങോട്ടേക്ക് പോവുകയാണോ? അതെ മൂത്തി, അതായത് ഇവരെ നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന ശേഷം ഇരു കൂട്ടരെയും കൊണ്ടുവന്ന ശേഷം ആയിരിക്കും ഒരു അനുനയ ചർച്ച നടത്തുക എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുവേണ്ടി പോലീസ് അവരുടെ ബന്ധുക്കളെയൊക്കെ തന്നെ വീട്ടിൽ നിന്നും മാറ്റിയിട്ടുണ്ട്, അഭിഭാഷകനെയൊക്കെ തന്നെ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. നമുക്ക് അതാണ് ബഹുമാനപ്പെട്ട RDO പറഞ്ഞത്. ഇപ്പോൾ ആ കൺസേൺ ഒക്കെ ഞാൻ പറഞ്ഞു, ഇത് തീർച്ചയായിട്ടും ഇത് കേവലം CRPCയുടെ മാത്രം പശ്ചാത്തലത്തിൽ കാണേണ്ട ഒരു കാര്യമല്ല. ഇത് കുടുംബം പൂജിക്കുന്ന ഒരു സ്ഥലമാണ്. ഏതെങ്കിലും ഒരു വ്യക്തിയെ കുഴിച്ചിട്ട ഒരു സ്ഥലമായിട്ട് ഇതിനെ കാണരുത്. ആ RDO ആ കൺസേൺ സ്വീകരിച്ചിട്ടുണ്ട്. ഒരു വൈരുദ്ധ്യമില്ല. അതൊക്കെ മാധ്യമ പ്രശ്നം മാത്രമാണ്. ഒരു വൈരുദ്ധ്യമില്ല. ചില വർഗീയ പരാമർശങ്ങൾ ആളുകൾ നടത്തുന്നുണ്ട്. അതൊക്കെ നാട്ടിൽ നടക്കുന്ന കാര്യമാണോ? ഒരു വൈരുദ്ധ്യമില്ല. അവരെ ഏറ്റവും സ്നേഹിക്കുന്ന പിതാവിന്റെ കാര്യമാണ്. ഒരു വൈരുദ്ധ്യമില്ല. ഇതിനെ സ്നേഹിക്കുന്ന ആളുകൾ മാത്രമല്ല, ചില ആളുകൾ ഇതിനെ വർഗീയമായിട്ട് കാണാൻ ശ്രമിക്കുന്നുണ്ട്. എന്താണ്? അല്ല, ഒരു വൈരുദ്ധ്യമില്ല. വർഗീയമായിട്ട് കാണാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയുണ്ടോ? ഒന്നുമില്ല. ഇപ്പോൾ ഏതായാലും ചർച്ചയ്ക്ക് വേണ്ടി അഭിഭാഷകനും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ മക്കളും നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത്. ഇനി ഏതായാലും രണ്ട് ആദ്യമായിട്ടുള്ള ചർച്ചയ്ക്ക് വേണ്ടി സ്റ്റേഷനിലേക്കാണ് ഇപ്പോൾ അഭിഭാഷകനും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ രണ്ട് മക്കളും പോകുന്നത്. ഒരാളെ അടക്കം ചെയ്ത സ്ഥലം എന്നതിലപ്പുറം അവർ പൂജ ചെയ്തിരുന്ന സ്ഥലമാണ് എന്നാണ് അഭിഭാഷകൻ ഇപ്പോൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ചർച്ച ചെയ്ത കാര്യങ്ങളിലേക്ക് തീരുമാനമെടുക്കാനായി അവർ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അഭിഭാഷകനും ഒപ്പം ഈ മരണപ്പെട്ടു എന്ന് പറയുന്ന ആളുടെ മക്കളും ചേർന്നാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്.